കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചു. പീഡനത്തിന് ഇരയായെന്ന് യുവതി മൊഴി നൽകി യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച ആമസോൺ പാഴ്സൽ കവറിലെ മേൽവിലാസമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. അക്യൂസ്ഡ് കൺഫസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, അത് നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു കോവേർഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം അതിജീവിതയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആൾ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് യുവതി മൊഴി നൽകി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. എസ് ശ്യാംകുമാറും വിനീത വിജിയും വിശദാംശങ്ങളുമായി. ആദ്യം ശ്യാംകുമാറിലേക്ക്. ശ്യാംകുമാർ, ഇത് പീഡിപ്പിച്ചയാളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇയാളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് അറിയാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് വളരെ വ്യക്തമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗം ഈ യുവതിയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാളുമായി പരിചയപ്പെട്ടതെന്നും പിന്നീട് ബന്ധം പുലർത്തിയിരുന്നതെന്നുമുള്ള വിവരവും യുവതി മൊഴിയായി നൽകിയിട്ടുണ്ട്. ലൈംഗികമായി പീഡിപ്പിച്ചത് നിർബന്ധപൂർവ്വമാണ്, ബലം പ്രയോഗിച്ചാണ് എന്നുള്ളൊരു മൊഴി ഈ യുവതി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയെ തുടർന്നാണ് പെൺകുട്ടിയെ അതിജീവിതയായി പോലീസ് കണക്കാക്കുകയും പെൺകുട്ടിയുടെ പേര് വിവരങ്ങളും മറ്റ് അടയാളങ്ങളും ഒന്നും പുറത്തു പറയരുത് എന്നുള്ള ഒരു വിവരം പോലീസ് നിയമപരമായി തന്നെ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നൊരു സൂചന പോലീസ് നൽകുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ തന്നെ ആ പ്രതി ഉള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന. ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അതിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്താൽ പോലീസ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ഏതായാലും സ്ഥിരീകരിക്കും. ഏതായാലും പോലീസിൻ്റെ കൈവശം നിലവിൽ യുവതി ഗർഭിണിയായ കേസിൽ, നവജാത ശിശു കൊല്ലപ്പെട്ട കേസിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ എല്ലാ വിവരങ്ങളുമുണ്ട്. അതിൻ്റെ ചാറ്റ് വിവരങ്ങൾ, ഇവർ തമ്മിലുള്ള ബന്ധം, മറ്റ് വിവരങ്ങൾ എന്നിവയെല്ലാം പോലീസിൻ്റെ കൈവശമുണ്ട്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത വിജിയിലേക്ക് കൂടി. വിനീത, ഈ വിവരത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല, ഗർഭിണിയായിരുന്നു എന്ന വിവരം പോലും അറിഞ്ഞിട്ടില്ല എന്നത്, ആ തരത്തിലേക്ക് തന്നെ അത് വിശ്വസനീയമായ ആണ് എന്ന് പോലീസ് തന്നെ പറയുമ്പോൾ കൂടുതലായി പോലീസ് പുറത്തുവിടുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ അവർ നിരപരാധികളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പീഡനത്തിനിരയായ കാര്യമോ അല്ലെങ്കിൽ ഈ ഗർഭം ധരിച്ചിരുന്ന കാര്യമോ ഒന്നും മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകുകയും അതിനുശേഷം പിന്നീട് ആ പ്രസവിച്ച കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നത്. ആ CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി പ്രസവിച്ച കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ പെൺകുട്ടി ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്ത കാര്യമോ ഒന്നും മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ മുറി അടച്ചിരുന്ന് അവിടുത്തെ ശുചിമുറിയിലാണ് ഈ പെൺകുട്ടി കുഞ്ഞിനെ പ്രസവിച്ചത്. ഒപ്പം തന്നെ ഈ ശുചിമുറിയിലുണ്ടായിരുന്ന ചില രക്തക്കറകൾ അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞിനെ പൊതിഞ്ഞ നിലത്തേക്ക് താഴേക്കെറിഞ്ഞ കവറിൽ, അതൊരു ആമസോണിന്റെ പാഴ്സൽ കവറാണ്. ഈ കവറിൽ ഇവരുടെ ഒരു മേൽവിലാസം ഉണ്ടായിരുന്നു. ഈ മേൽവിലാസം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് ഇവരെ 3 പേരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടയിലാണ് താൻ ഇങ്ങനെ ഒരു പീഡനത്തിനിരയായിരുന്നു എന്നും നിർബന്ധമായി തന്നെ ഒരാൾ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുമൊക്കെ ആ പെൺകുട്ടി മൊഴി നൽകുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും താൻ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം അതിന്റെ കഴുത്തിൽ ഒരു ഷോൾ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നടു റോഡിൽ വീണ് കിടക്കുകയായിരുന്നു ഈ മൃതദേഹം. ഈ ഫ്ളാറ്റിൽ നിന്ന് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് ഈ കുഞ്ഞിനെ റോഡിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അത് ചാപിള്ളയായിരുന്നോ, ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ അതാണ് ഈ ഘട്ടത്തിൽ പോലീസിന് ഉള്ളത്. ഇപ്പോൾ നിലവിൽ കൊലക്കുറ്റത്തിനൊക്കെ അന്വേഷണ സംഘം കേസ് എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭ്യമായതിനു ശേഷം മാത്രമേ അതിൽ ഈ അന്വേഷണം ഇനി ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ
കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അതിനുശേഷം ആ റിപ്പോർട്ട് അവർ പോലീസിന് കൈമാറും. ഒരുപക്ഷെ ഈ കുഞ്ഞ് അത് ചാപിള്ളയാണ് എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടെങ്കിൽ ഈ മൃതദേഹത്തോടുള്ള ഒരു അനാദരവ് എന്ന തരത്തിൽ മാത്രമായിരിക്കും ഈ കേസ് ഉണ്ടാവുക. പക്ഷേ അല്ല എങ്കിൽ ഈ കുഞ്ഞിനെ ഈ ഷോള് കഴുത്തിലുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഈ കഴുത്ത് ധരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കുഞ്ഞിനെ റോഡിലേക്ക് എറിഞ്ഞതാവാം എന്നിങ്ങനെയുള്ള ചില സംശയങ്ങൾ കൂടിയുണ്ട്. കാരണം അതിന്റെ മറുവശത്ത് ഒരു മാലിന്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പറമ്പുണ്ട്, അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് എറിഞ്ഞതാകാം, അത് ദിശ തെറ്റി റോഡിലേക്ക് വീണതാകാം എന്നിങ്ങനെയുള്ള ചില സംശയങ്ങളിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം മാത്രമേ കൂടുതൽ ഏതെങ്കിലും വകുപ്പുകൾ കൂടി ഇതിൽ ചുമത്തേണ്ടതായിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കൊച്ചിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം റോഡിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ മാതാവ് അതിജീവിതയാണ് എന്ന കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഒപ്പം പീഡിപ്പിച്ചയാളുടെ വിവരങ്ങൾ കൂടി പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരാൾ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് അതിജീവിത പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇയാളിലേക്ക് പോലീസ് കൃത്യമായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.